ഹലോ എവ്രി വൺ. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് ഡോഗ് ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡോഗ് ഷോ കാണാനാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കറാവളി ഫെസ്റ്റിവലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ കറാവളി ഫെസ്റ്റിവൽ നടന്ന സെയിം ഗ്രൗണ്ടിൽ തന്നെയാണ് ഡോഗ് ഷോയും നടക്കുന്നത്. ഏകദേശം 213 ഡോഗ്സ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. 3 മണിക്കായിരുന്നു ഷോ സ്റ്റാർട്ടായത്. പക്ഷെ ഞങ്ങൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി, 4 മണിയൊക്കെ ആയി. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 3 to 6 months പ്രായമുള്ള ഡോഗ്സാണ്. ഭയങ്കര ക്യൂട്ടായിരുന്നു. പപ്പീസിനെ കാണാൻ ഒരു രക്ഷയുമില്ല. ഡോഗ് ഷോ നടക്കുന്ന പോഡിയത്തിന് 4 ചുറ്റും വ്യൂവേഴ്സിന് ഇരിക്കാനായിട്ട് ചെയർസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റൗണ്ട് തീരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. കാരണം ജഡ്ജസ് വന്ന് ജഡ്ജ് ചെയ്യുമ്പോഴേക്കൊക്കെ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ ആ കമ്പൗണ്ട് വാളിൻ്റെ സൈഡിലൊക്കെ കണ്ടു ഡോഗ്സുമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഡോഗ് ഓണേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരടുത്ത റൗണ്ടിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ കാണുന്ന ഡോഗാണ് വിന്നർ. ഇനി അടുത്തതായി ഗാലറിയിൽ വരാൻ വേണ്ടി പോകുന്ന 6 months തൊട്ട് 1 year വരെയുള്ള ഡോഗ്സാണ്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ സൈഡിൽ ഫസ്റ്റ് റൗണ്ട് വിന്നേഴ്സിനുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജർമ്മൻ ഷെപ്പേർഡ്, ബുൾഡോഗ്, ലാബ്രഡോർ, ഗോൾഡൻ റിട്രീവർ, അതുപോലെ തന്നെ സൈബീരിയൻ ഹസ്കി, ഇങ്ങനെ പല പല ബ്രീഡ്സിലുള്ള ഡോഗ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. കറാവളി ഫെസ്റ്റിവൽ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. കുറച്ച് സ്റ്റോൾസ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കറാവളി ഫെസ്റ്റിവലിലേക്ക് കയറാനായിട്ട് ഒരു എൻട്രി ഉണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പിക്കിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ഗ്രീൻ ചില്ലീൻ്റെ പിക്കിൾ കുറച്ചും കൂടെ വേണമായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് മാത്രം കറാവളി ഫെസ്റ്റിവലിലേക്ക് കയറിപ്പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിനിടയിൽ അക്കുവിന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് അക്കു ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ കുറച്ച് നേരം ഡോഗ് ഷോ ഒക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇത് കണ്ടോ, ഒരു ഡോഗ് ഈ ടെൻഷനൊന്നും അറിയാണ്ട് കിടന്നുറങ്ങുവാണ്. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ചായ കുടിക്കാനായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് വെജ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ അകത്തോട്ട് കയറണ്ട, കാറിലിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ കുറച്ച് പഴംപൊരി, അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ഗോളി ബജ്ജി. ഈ സ്നാക്കിന് പറയുന്ന ഗോളി ബജ്ജി എന്നാണ്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചു. പഴംപൊരിക്ക് നല്ല ചൂടായിരുന്നു. അതാണ് നിങ്ങൾ ഹസ്ബൻഡിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. മോന് പാവ് ഭാജി വേണമെന്ന് പറഞ്ഞ് അവൻ എവിടെ പോയാലും പാവ് ഭാജിയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു പ്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ എല്ലാവരും ഒരു കോഫി കഴിച്ചു. നല്ല അടിപൊളി കോഫി ആയിരുന്നു. പിന്നെ ഹസ്ബൻഡിന് ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞു ഒരു ലൈം ജ്യൂസും വാങ്ങിച്ചു. അത് കണ്ടപ്പം എനിക്കും മോനും കൂടെ ലൈം ജ്യൂസ് വേണമെന്ന് തോന്നി. അങ്ങനെ ഒരു ലൈം ജ്യൂസും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ.